ചരിത്രപരമായ അവഗണന അവസാനിപ്പിക്കണം. മധ്യ തിരുവിതാംകൂർ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു. മൂവാറ്റുപുഴ കേന്ദ്രമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യം സർക്കാർ അനുഭാവപൂർണ്ണം പരിഗണിക്കുന്നുവെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വെളിപ്പെടുത്തലിന്റെ പിന്നാലെ കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക ഭൂമികയിൽ നിർണായക പങ്കുവഹിക്കുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയെ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യവും വീണ്ടും സജീവമാകുന്നു. ദശാബ്ദങ്ങളുടെ ചരിത്രപരമായ പാരമ്പര്യമുള്ള ഈ ആവശ്യത്തെ അവഗണിച്ച് പുതിയ ജില്ലാ വിഭജന ചർച്ചകൾ നടത്തുന്നതിൽ മേഖലയിലെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. 1982 പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര തുടങ്ങിയ പ്രധാന വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളെ ഏകോപിപ്പിച്ച് സമഗ്രമായ മധ്യ തിരുവിതാംകൂർ ജില്ല വേണമെന്ന വാദം ശക്തമായിരുന്നു. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും കെ നായർ MLA ഇടപെടലുകളുടെയും ഫലമായി കരുണാകരൻ മന്ത്രിസഭ മധ്യ തിരുവിതാംകൂർ ജില്ല എന്ന ആവശ്യത്തിനു പകരം പത്തനംതിട്ട ആസ്ഥാനമായി ജില്ല പ്രഖ്യാപിക്കുകയായിരുന്നു. തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, ആറന്മുള, മല്ലപ്പള്ളി, പന്തളം, ഓണാട്ടുകര, അപ്പർ കുട്ടനാട് തുടങ്ങിയ പ്രദേശങ്ങൾ ഒരേ ഭൂമിശാസ്ത്ര സാംസ്കാരിക പാരമ്പര്യം പങ്കിടുന്നവയാണ്. എന്നാൽ നിലവിലിവ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലായി വിഭജിക്കപ്പെട്ട് കിടക്കുന്നത് ഭരണപരമായ ഏകോപനത്തിനും വികസനത്തിനും ഇത് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ ചരിത്രപരമായ വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളായ തിരുവല്ലയോ, ചെങ്ങന്നൂരോ, മാവേലിക്കരയോ ആസ്ഥാനമാക്കി സമഗ്രമായ മധ്യ തിരുവിതാംകൂർ ജില്ല വേണമെന്നായിരുന്നു ഒരു വിഭാഗത്തിന്റെ ശക്തമായ ആവശ്യം. റെയിൽവേ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിന് അനുകൂല ഘടകങ്ങളായി ഉയർത്തിക്കാട്ടി. 1982 കരുണാകരൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ മുന്നണിയിലെ നേരിയ ഭൂരിപക്ഷവും തുടർന്ന് രാഷ്ട്രീയ സമവാക്യങ്ങൾ കൃത്യമാക്കുന്നതിനായും 1982 നവംബർ 1 പത്തനംതിട്ട ജില്ല ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടെ തിരുവല്ലയും, ചെങ്ങന്നൂരും, മാവേലിക്കരയും എല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു മധ്യ തിരുവിതാംകൂർ ജില്ല എന്ന വലിയ സ്വപ്നം ഇല്ലാതായി. നിർദ്ദിഷ്ട മധ്യ തിരുവിതാംകൂർ ജില്ലാ പ്രദേശത്തിന്റെ ഒരു ഭാഗം പത്തനംതിട്ടയിലും മറ്റൊരു ഭാഗം ആലപ്പുഴയിലുമായി നിലനിൽക്കുകയും ചെയ്തു. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കാനുള്ള ചർച്ചകൾക്ക് സർക്കാർ തലത്തിൽ അനുകൂല നീക്കങ്ങൾ നടക്കുമ്പോൾ കൂടുതൽ പഴക്കവും ന്യായവുമുള്ള മധ്യ തിരുവിതാംകൂർ ജനതയുടെ ആവശ്യവും വീണ്ടും സജീവമാകുകയാണ്. മധ്യ തിരുവിതാംകൂറിൽ ഉയർന്നു വന്ന ജില്ലാ രൂപീകരണ പ്രക്ഷോഭങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ അധ്യായങ്ങളിലൊന്നാണ്. ഈ മേഖലയിലെ വികസന മുരടിപ്പും ഭൂമിശാസ്ത്രപരമായ അകലവും ഭരണപരമായ പ്രയാസങ്ങളുമാണ് അന്ന് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തിരികൊളുത്തിയത്. കാർഷിക മേഖലയായ അപ്പർ കുട്ടനാടിന്റെയും പൈതൃക സമൃദ്ധമായ ഓണാട്ടുകരയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം അനിവാര്യമാണ്. അതേപോലെ തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര എന്നീ നഗരങ്ങൾ ചേരുന്ന ട്രയാങ്കിൾ മേഖല മധ്യ കേരളത്തിലെ വലിയൊരു സാമ്പത്തിക, വിദ്യാഭ്യാസ ഇടനാഴിയുമാണ്. വിദേശ മലയാളികളുടെ വലിയ സാന്നിധ്യമുള്ള ഈ മേഖലയിൽ പുതിയ ജില്ലാ ഭരണകൂടം നിലവിൽ വരുന്നത് വൻതോതിലുള്ള വികസന നിക്ഷേപങ്ങൾക്ക് വഴിതുറക്കും. മധ്യ തിരുവിതാംകൂറിന്റെ ചരിത്രപരമായ അവകാശത്തെ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുതെന്നും നിർദ്ദിഷ്ടമായ താലൂക്കുകളെയും നഗരസഭകളെയും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, ജനശബ്ദം ന്യൂസ്.